ലുട്ടാപ്പിയുടെ കുന്തത്തിന്റെ മുനയിൽ നാരങ്ങ കുത്തിയ പോലെയാവും. അതെന്താ ഒന്നുകൂടി പറഞ്ഞു? ലുട്ടാപ്പിയുടെ കുന്തത്തിന്റെ മുനയിൽ. നീ ഇപ്പൊ പറഞ്ഞ ഈ കമന്റിന് നിന്റെ മോന്തക്കാലിൽ തലയെ കൂടാണ് ഞാൻ ശരിക്കും. നിർത്ത്. നീ എന്റെ കിച്ചുവിന്റെ ഏജ് ആയി. എന്നാ വൃത്തികെട്ടതാടി നീ. കട്ട് ചെയ്തേക്ക് മതി. നിർത്തിക്കോ, എനിക്ക് മതി. ഗസ്റ്റിനെ വിളിച്ചു വരുത്തിട്ട് ഇങ്ങനത്തെ മറ്റേ ചോദ്യം അല്ല ചോദിക്കും. ഞാൻ ഓൾറെഡി കമന്റ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. ഒന്നുമില്ല മോളെ നിർത്ത്. ഇത്ര കമന്റ്സ് ആണ് നീ ചോദിക്കണത്. വീട്ടിൽ ആരോടെങ്കിലും ചോദിച്ചൊക്കെ അടി കിട്ടും നിനക്കിട്ട്. ഞാൻ അടിക്കാത്ത എന്റെ മാന്യത. അങ്ങനെ കുറെ ഉണ്ട് ഇന്റർവ്യൂ ചോദിക്കുന്ന കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്. അതൊന്നും കയ്യിലിരുന്നാ മതി. ഇങ്ങോട്ട് വേണ്ട, ഇങ്ങോട്ട് എടുക്കുകയും വേണ്ട. അത് നിർത്തിയൊക്കെ എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണ് എന്ന് ഓർക്കുമ്പോ സമാധാനം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് ചോദിച്ചത്. വന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. എന്നിട്ടാണ് ഇത്ര വൃത്തികെട്ട കമന്റ്സ് വായിക്കുന്നത്. അതിന്റെ അർത്ഥം നിനക്കറിയോ? കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? കിച്ചുവിന്റെ ഏജ് അല്ലേ ഉള്ളൂ. അമ്മയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ അമ്മയെ പോലുള്ള ഒരാളുടെ അടുത്ത് ഇങ്ങനെയാണോ നീ ചോദിക്കുന്നത്? ജസ്റ്റ് കമന്റ് വന്ന കാര്യം ചോദിച്ചിട്ട് റേസ് ആവേണ്ട ആവശ്യമില്ല. അതില് കമന്റ് ഒക്കെയാണോ ഇവിടെ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ മാന്യത കാണിക്കേണ്ടതുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് ചോദിച്ചത്. നിങ്ങൾ നിർത്തല്ല, ഞാൻ എഴുന്നേറ്റ് പോകും. വേണമെങ്കിൽ വണ്ടി കൊണ്ടുവിടല്ലേ, ഞാൻ ഊബർ വിളിച്ചു പോകാം. തുറക്കടാ ഇത്. ചേട്ടാ, കയ്യിൽ പല്ലി തൂങ്ങി കിടക്കുന്നു, തട്ടിക്കട. പല്ലി അല്ലടാ, രേണുസുതി ആയിരിക്കും തൂങ്ങിക്കിടക്കണം. രേണുസുതി ദുബായി പോയി അറബിയെ കെട്ടി. കേരളത്തിൽ നിന്ന് ഒരു ശല്യം ഒഴിഞ്ഞു പോയി. അങ്ങനെ ആരും കരുതണ്ട, കേരളത്തിൽ നിന്ന് രേണുസുതി ഒഴിഞ്ഞു പോകത്തില്ല. ആ ശല്യം എന്നും ഇവിടെ നിലനിൽക്കും. ഒരു ആഫ്രിക്കക്കാരന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് എന്റെ ആഫ്രിക്കൻ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനും ഒരുപാട് മോശം കമന്റ്സ് ആണ് പുറത്തു വരുന്നത്. അതിന് തിരിച്ച് ഞാൻ 2-3 എണ്ണത്തിന് നല്ല കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കാൻ പോയില്ല, എനിക്ക് സമയമില്ലായിരുന്നു. ഓക്കെ, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന രേണു ചേച്ചിക്ക് ബിഗ് ബോസിൽ നിന്ന് നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. നല്ലൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്. 1 വീക്കിൽ കിട്ടുന്നുണ്ടായിരുന്നു. കുറച്ച് നാളും കൂടി പിടിച്ചു നിന്നാൽ കുറച്ചും കൂടി. ഞാൻ എന്റെ പേഴ്സണൽ ഇപ്പം ആമിനെ അല്ലല്ലോ അവിടെ പിടിച്ചിരിക്കുന്നത്, ഞാനല്ലേ പിടിച്ചേക്കേണ്ടത്. എനിക്ക് പറ്റിയില്ല. എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ കാരണം ഇപ്പൊ ദുബായിൽ പോയിട്ട് പൈസയുടെ കാര്യം പറഞ്ഞു. ഞാൻ സ്ഥിരം എന്റെ മക്കളെ ഫോൺ വിളിക്കും ഇല്ലേ, വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. അവരുടെ അടുത്ത് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, ആശയവിനിമയം നടത്തുവാൻ. എന്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ വിളിക്കുമായിരുന്നു. ഇതൊന്നും ബിഗ് ബോസിൽ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്തു. എന്റെ മൈൻഡ് ശരിയല്ല. ഗസ്റ്റ് ആയിട്ട് പോയ ഒരാള് എന്തിന് കള്ളു കുടിച്ച് ഡാൻസ് കളിച്ചു? കള്ളു കുടിക്കുന്നത് കണ്ടായിരുന്നു.